നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തനി നാടൻ റെസിപ്പിയാണ്, വെള്ളപ്പയർ തോരൻ. ഇത് നമ്മളുടെ വൻപയറിൻ്റെ ഒക്കെ ഒരു വകഭേദമാണ്. ഇതിന് ബ്ലാക്ക് ഐഡ് പീസ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ കടയിലൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. നമ്മൾ വൻപയർ പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയറാണിത്. നമുക്കിത് വെച്ചിട്ട് തോരൻ ചെയ്യുകയാണെങ്കിൽ ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. അത് മാത്രമല്ല, ഇത് നല്ല പ്രോട്ടീൻ റിച്ചുമാണ്, ഹെൽത്തിയുമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നമ്മുടെ വെള്ളപ്പയർ ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊട്ടും കുഴയാൻ പാടില്ല. ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതിയാവും. ഞാനിത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ഒരു 3 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ വേണം, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടി ഒരു 4-5 വറ്റൽമുളക്, കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാള ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, കുരുമുളക്, പിന്നെ താളിക്കാനായിട്ട് കടുകും വേണം. ഇത്ര ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി വെള്ളപ്പയർ തോരൻ നമുക്ക് റെഡിയാക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു കൂട്ടി ചതച്ച് ചേർക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന 4-5 വറ്റൽമുളക് ഒരു ഇടികല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഇത് ഒരുപാട് ചതഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിത് ചെറുതായിട്ടൊന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണേ. ഇനി ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ചതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഈ തോരന്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. നല്ലതുപോലെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പേസ്റ്റ് പോലൊന്നും ചതയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാണ് പരുവം. നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള കൂട്ട് നല്ല കിടുക്കനായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഇടികളിലൊക്കെ ചതയ്ക്കുമ്പോൾ നമ്മുടെ ഈ തോരനിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് തന്നെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഇത് നിങ്ങൾ ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കൈ വെച്ച് നല്ല പോലൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ എന്തായാലും ഇടികളിൽ നമ്മുടെ കൂട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിട്ട് ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ തോരനൊന്നും തേങ്ങ ഒട്ടും അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. എനിക്ക് ഇടികളിലൊക്കെ ഇങ്ങനെ ചതച്ച് നമ്മുടെ കറികളിലേക്ക്, പ്രത്യേകിച്ച് നാടൻ കറികളിലേക്കൊക്കെ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരത്തുള്ളൂ നമ്മളൊരു നല്ല കറി കഴിക്കുന്നതിൻ്റെ. ഇപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഏകദേശം അതിൻ്റെ പരുവം. ഇത് കൈ കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കിട്ടും. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 1-2 പച്ചമുളക് കൂടെ ചേർത്ത് ചതയ്ക്കാവുന്നതാണ്. ഞാനിവിടെ വറ്റൽമുളകാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി തോരൻ റെഡിയാക്കാനായി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അപ്പോഴേ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ.
ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചതച്ചത് നമ്മളിതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കാം. നമ്മളീ പയറുള്ള ഏത് പയർ തോരനായാലും വൻപയറോ ചെറുപയറോ ഇതേപോലെ വെള്ളപ്പയർ ഏത് ചെയ്താലും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കായപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്താൽ ഒരുപാട് ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല നമ്മളത് കഴിക്കുമ്പോൾ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് മൊരിഞ്ഞു വരുന്നൊരു മണം ഉണ്ടല്ലോ, ആ ഒരു കറിയുടെ മെയിൻ ഒരു പാർട്ടേ ഇത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വഴറ്റിയെടുത്തത്. ഇനി നമുക്ക് ഈ തേങ്ങ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ സ്മെല്ലൊന്ന് പോകുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളപ്പയർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണം. ഞാൻ ഉപ്പ് ചേർത്തിട്ടല്ല നമ്മുടെ പയർ വേവിച്ചെടുത്തത്, അതുകൊണ്ട് ഈ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർക്കണേ. ഇപ്പം നമ്മുടെ വേവിച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളുടെ ആ ഒരു ഉള്ളിയും മുളകും ഒക്കെ കൂടെ ചതച്ച ആ ഒരു മിക്സും തേങ്ങയും ഈ പയറും ഒക്കെ കൂടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആവണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇതൊരു 1/4 ഭാഗത്തോളം മാത്രമേ ഞാൻ വേവിച്ചിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം ഞാനിതൊന്ന് മൂടി വയ്ക്കുകയാണേ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ആ ഒരു പയറ് തോരൻ്റെ സ്മെല്ല് നല്ല ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ പയർ കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു 3-4 മിനിറ്റും കൂടെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇത് നല്ലപോലെ വേവിച്ചിട്ടും ഈ തോരൻ റെഡിയാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒന്നിലൊട്ടാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വെള്ളപ്പയർ തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങളിനി പയർ കിട്ടുമ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അതിപ്പോൾ വൻപയറായാലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.